നമസ്കാരം. ജനചിന്ത ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിന് അനുസ്മരണവും അതോടനുബന്ധിച്ച് സംഗീത കച്ചേരിയും നടത്തുക എന്നുള്ള ഒരു വിപുലമായ പരിപാടിയാണ് ഗുരുവായൂർ ദേവസ്വം ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 17-ാം തീയതി ചെന്നൈയുടെ ജന്മദേശമായിട്ടുള്ള പാലക്കാട് കോട്ടായിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി.എൻ. വാസവൻ അവർകൾ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. തുടർന്ന് രണ്ടാമത്തെ പരിപാടി നടക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് സെപ്റ്റംബർ 12-ാം തീയതി പരിപാടികൾ നടക്കുന്നത്. അന്ന് രാവിലെ മുതൽ പുതുതായി വളർന്നു വരുന്ന സംഗീതജ്ഞന്മാർക്ക് പരിപാടിയിൽ പങ്കെടുക്കുവാനെന്നുള്ള ഒരു രീതിയിൽ ഒരു ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ തന്നെ ഒരു മിനി പതിപ്പ് അന്നത്തെ ദിവസം ഇവിടെ ചെയ്യുന്നുണ്ട്. വൈകുന്നേരമാണ് ചെമ്പൈ അനുസ്മരണ സമ്മേളനവും കച്ചേരിയും നടക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായ മ്യൂസിയം വകുപ്പ് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവറുകളാണ്. ആ ചടങ്ങിൽ ശ്രീ ആന്റണി രാജു MLA മുഖ്യാതിഥിയായും റവന്യൂ ദേവസ്വം സെക്രട്ടറി ശ്രീ രാജമാണിക്യം മുഖ്യാതിഥിയായും പങ്കെടുക്കും. അതിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനാവും. അന്നത്തെ ആ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായിട്ടുള്ള പ്രൊഫസർ വി മധുസൂദനൻ നായരാണ്. ചെമ്പൈ പുരസ്കാര ജേത്രി കൂടിയായിട്ടുള്ള ഓമനക്കുട്ടി ടീച്ചറുടെ സാന്നിധ്യമുണ്ടാവും. അവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തിരുവനന്തപുരം കോർപ്പറേഷൻ മണക്കാട് ഡിവിഷൻ കൗൺസിലർ ശ്രീ KK സുമേഷ്, ശ്രീവരാഹം ഡിവിഷൻ കൗൺസിലർ ശ്രീ ഹരികുമാർ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ശ്രീ PK കേരളവർമ്മ സാമൂതിരി രാജ, ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ PC ദിനേശൻ നമ്പൂതിരിപ്പാട്, ശ്രീ C മനോജ്, ശ്രീ KP വിശ്വനാഥൻ, ശ്രീ മനോജ് B നായർ, ശ്രീ KS ബാലഗോപാൽ, സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളായിട്ടുള്ള അഡ്വക്കേറ്റ് വഞ്ചീശ്വര അയ്യർ, പ്രൊഫസർ വൈക്കം വേണുഗോപാൽ, ശ്രീ ബിനുകുമാർ, ശ്രീമതി പ്രിയ C നായർ, ശ്രീ നീലകണ്ഠൻ എന്നിവരും പ്രസ്തുത സമ്മേളനത്തിൽ ഹാജരാകും. ആ സമ്മേളനത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന സംഗീതജ്ഞരെ ആദരിക്കുന്ന ഒരു സെഷൻ കൂടി ഉണ്ട്. തിരുവനന്തപുരം നിവാസികളും മുതിർന്ന കർണാടക സംഗീതജ്ഞരുമായ ശ്രീമതി രുക്മിണി ഗോപാലകൃഷ്ണൻ, ശ്രീമതി ലളിത ഗോപാലൻ നായർ, ശ്രീ PR കുമാരകേരളവർമ്മ, ശ്രീ ചേർത്തല AK രാമേന്ദ്രൻ എന്നിവരെ ആ ചടങ്ങിൽ വെച്ച് ദേവസ്വം ആദരിക്കും. തുടർന്ന് വിഘ്നേഷ് ഈശ്വരന്റെ സംഗീത കച്ചേരിയാണ്. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനാനന്തരം പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ശ്രീ വിഘ്നേഷ് ഈശ്വർ കച്ചേരി അവതരിപ്പിക്കും. ശ്രീ ആവണീശ്വരം SR വിനോ വയലിൻ, ശ്രീ N ഹരി മൃദംഗം, ശ്രീ കോവൈ സുരേഷ് ഘടം എന്നിവർ പക്കമേളമൊരുക്കുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് 19-ാം തീയതി തിരുവനന്തപുരത്ത് ഗവൺമെന്റ് വനിതാ കോളേജിൽ വെച്ച് ഒരു വിപുലമായിട്ടുള്ളൊരു സംഗീത സെമിനാർ നടക്കുകയുണ്ടായി. സംഗീത ഗവേഷകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അച്യുത് ശങ്കർ S നായരാണ് അവിടെ താളത്തിന്റെ രസവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചത്. ശ്രീമതി അരുന്ധതിയാണ് ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചത്. അടുത്ത പരിപാടി നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 15-ാം തീയതി വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ്. അന്ന് ചീഫ് വിപ്പ് കൂടിയായിട്ടുള്ള ശ്രീ N ജയരാജാണ് അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. കുമാരി A കന്യാകുമാരിയുടെ വയലിൻ കച്ചേരിയാണ് അന്നത്തെ അവിടുത്തെ കച്ചേരിയായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്.